കം ടു ക്വസ്റ്റ്യൻ നമ്പർ 37. ഒരു ട്രാൻസ്പാരൻറ്റ് റോഡ് ഇരിക്ക്, അതിൻ്റെ ഒരു സൈഡിൽ ലൈറ്റ് എൻ്റർ പണ്ണുത്. അതിലപ്പോൾ എൻ്റർ പണ്ണുന്ന ലൈറ്റ് അതർ ലാറ്ററൽ സൈഡിലൂടെ ട്രാൻസ്മിറ്റായി പോകக்கூடாது. വാട്ട് ഓർ ബി ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് அந்த மெட்டீரியலில் ரிஃப்ராக்டிவ் இண்டெக்ஸிൻ്റെ കണ്ടീഷൻ தான் കേട്ടിരിക്കുക. therefore consider the situation. അപ്പോൾ ദിസ് ഈസ് ദ ട്രാൻസ്പാരൻറ്റ് റോഡ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ, അതിൻ്റെ വൺ സൈഡിൽ ലൈറ്റ് എൻ്റർ പണ്ണുത്. ലെറ്റസ് ഇമാജിൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് I1, അവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇங்கே R1. இந்த லைட்டு தான் இது அதர் லேட்டரல் சைடில் போய் இடிக்குது. அப்போ இடிக்கிற லைட்டு இந்த சைடிലൂടെ റിഫ്രാക്റ്റ് ആയി പോകக்கூடாது. therefore ഇവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ தான் നടക്കണം. അപ്പോൾ ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വാട്ട് ഈസ് ദ കണ്ടീഷൻ വി ഹാവ് സ്റ്റഡീഡ്? ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I2 தான், அந்த I2 C അധികമായിരിക്കണം. ഓക്കെ, therefore look at this triangle also. In the R1 ഇത് ഈ സൈഡിലെ നോർമൽ, ഇത് ഈ സൈഡിൽ നോർമൽ. ഈ രണ്ട് നോർമലി ഇங்கே മേക്ക് பண்ணுന്ന ആംഗിൾ 90 degree ആംഗിൾ தான் இங்கே மேக் பண்ணும். therefore from the triangle we can see that இந்த R1ഉം I2 ആഡ് பண்ணிയാൽ எப்போதும் എന്ത് கிடைக்கணும்? 90 தான் கிடைக்கணும். therefore I2 can be written as 90 minus R1. Now by applying Snell's law, in the surface we can apply Snell's law also. So sin I1 by sin R1 will be equal to refractive index. Moreover, critical angle വെച്ചിട്ടും refractive index എഴുതാം. 1 by sin C also refractive index. Therefore in the Snell's law use பண்ணிட்டு sin R1 we can write as sin I by n എന്ന് എഴുതാം. sin I by n എന്ന് എഴുതാം. Okay. Now in the cos R1, ഇപ്പോൾ sin R1 നമുക്ക് കിടച്ചിരിക്കും. അപ്പോൾ ഇതിന് ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് എസ് cos R1. cos R1 എപ്പോഴും എടുക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ R1. അപ്പോൾ இந்த sin R1 ബദലായിട്ട് ഐ വിൽ റൈറ്റ് sin I by n എന്ന് കൊടുക്കും. അപ്പോൾ therefore we are getting cos R1ൻ്റെ വാല്യൂ കിടച്ചു. പിന്നെ ദാറ്റ് ദ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ അധികമായിരിക്കണം I2. അപ്പോൾ I2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ C. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ വി ഹാവ് റിട്ടൺ. അപ്പോൾ ഇത് I2ന് ബദലായിട്ട് 90 മൈനസ് R1 എഴുതും. അപ്പോൾ രണ്ടിടത്തും സൈൻ എടുത്താൽ സൈൻ ഓഫ് 90 മൈനസ് R1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ സി. അപ്പോൾ ഈ സൈൻ ഓഫ് 90 മൈനസ് R1 എടുക്കുമ്പോൾ കോസ് R1 വരും. ദാറ്റ് ഈസ് വൈ മുതൽ ഞാൻ இந்த കോസ് R1ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പോൾ കോസ് R1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സൈൻ സി. അപ്പോൾ இந்த കോസ് R1ന് ബദലായിട്ട് ഐ ക്യാൻ റൈറ്റ് ദിസ് വാല്യൂ. therefore we are getting root of 1 minus sin square I by n square greater than sin C. അപ്പോൾ இந்த റൂട്ട് റിമൂവ് பண்ணதுக்காக ഞാൻ രണ്ട് സൈഡും സ്ക്വയർ വണ്ണും എന്നിട്ട് அந்த sin square n square വരുന്ന ടേംസ് മറ്റും ഒരേ സൈഡിൽ എഴുതും. ബിക്കോസ് ഇൻ ദ സൈൻ സി ഈക്വൽ ടു 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എഴുതാം. വി ക്യാൻ റൈറ്റ് സൈൻ സി ഈക്വൽ ടു 1 ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. therefore in the sin square സിക്ക് ബദലായിട്ട് ഐ വിൽ റൈറ്റ് as 1 by n square. അത് n square ടേമുകളെ ഒരു സൈഡിൽ എഴുതുമ്പോൾ you are getting condition n square greater than 1 plus sin square I. sin I യുടെ മാക്സിമം വാല്യൂ 1 ആണ്. therefore n square should be ഇവിടെ മാക്സിമം വാല്യൂ കൊടുക്കുമ്പോൾ n square greater than 1 plus 1 that is 2 and n greater than root 2. Now in question number 42, the transfer ratio beta is given 50, input resistance Ri is given, that is 1 kilo ohm. The configuration is common emitter. ഇപ്പോൾ കോമൺ എമിറ്ററിൽ ഇൻപുട്ട് കറണ്ട് എന്ന് ചൊല്ലിയാൽ ബേസ് കറണ്ട്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് ചൊല്ലിയാൽ കളക്ടർ കറണ്ട്. ഇപ്പോൾ പീക്ക് വാല്യൂ ഓഫ് കളക്ടർ എ സി കറണ്ട് ഫോർ എ പീക്ക് വാല്യൂ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് 0.101 വോൾട്ടേജ് എന്നാണ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗിവൺ 0.01. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് എടുത്താൽ എന്ത് കിടക്കും? റെസിസ്റ്റൻസ് എടുത്താൽ ഇൻപുട്ട് കറണ്ട് കിടക്കും. അപ്പോൾ അത് ബീറ്റ ഈസ് 50, ദാറ്റ് ഈസ് IC ബൈ IB ഈസ് 50 ആൻഡ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് 1 കിലോ ഓം. therefore ഇൻപുട്ട് കറണ്ട്, അതായത് ദാറ്റ് മീൻസ് ബേസ് കറണ്ട് വി ക്യാൻ അപ്ലൈഡ് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. 0.01 is the peak value of input voltage divided by input resistance 1 kilo ohm. therefore current we are getting 10 power minus 5. now we have to find the collector current ആണ് output current. അപ്പോൾ ഈ base current into beta will give collector current. അപ്പോൾ 50 into the base current 500 micro ampere the answer വരും. ഇനി എന്താ ക്വസ്റ്റ്യൻ നമ്പർ 43ൽ ഇന്ന 3 സിഗ്നൽ ഏതാണ് അനലോഗ്? ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള സിഗ്നലുകളാണ് ഡിജിറ്റൽ സിഗ്നൽസ്. അനലോഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്. അപ്പോൾ ഈ സിഗ്നൽ കണ്ടിന്യൂസ് ആണ്, ഈ സിഗ്നലും സിഗ്നലും കണ്ടിന്യൂസ് ആണ്. ബട്ട് இந்த സിഗ്നൽ ഇൻ്റർമിറ്റൻ്റ് ആണ്. therefore B is a digital and A and C are analog. അതേമാതിരി ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 45 ഔട്ട് ഓഫ് പോർഷൻ ആണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി അത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് സിലബസിൽ കിടയാതെ. ബട്ട് ദർ ഈസ് എ ഫോർമുല. വാട്ട് ഈസ് ദ മോഡുലേഷൻ ഇൻഡെക്സ്? ഡെപ്ത് ഓഫ് മോഡുലേഷൻ ചൊല്ലിയാൽ ഈ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് ചൊല്ലും. അതിനൊരു ഫോർമുല ഇരിക്കും.
ഇ മാക്സ് മൈനസ് ഇ മിനിമം ഡിവൈഡഡ് ബൈ ഇ മാക്സ് പ്ലസ് ഇ മിനിമം. അപ്പോൾ അത് ഇ മിനിമം ആൻഡ് ഇ മാക്സ് വാല്യൂസ് ആർ ഗിവൺ. സബ്സ്റ്റിറ്റ്യൂട്ട് பண்ணிയാൽ ആൻസർ വരും. ദാറ്റ് ഈസ് നോട്ട് നെസസറി, ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ക്വസ്റ്റ്യൻ.